ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയതാണ്. എവിടെയെങ്കിലും അവസരം കിട്ടിയാൽ ഈ കുറുമ്പി ഇതുപോലാണ് കേട്ടോ, ചാടിക്കൊണ്ടേ നിൽക്കും. സമോസിന് ഷൂസ് എടുക്കുന്നതിനിടയിൽ ഇക്കായെ കാണാനില്ല. നോക്കിയപ്പോ ദേ നിൽക്കുന്നു. പെണ്ണുങ്ങളുടെ സ്വഭാവം പറയണ്ടല്ലോ, ഒരു കർച്ചീഫാണ് വാങ്ങാൻ പോണതെന്ന് പറഞ്ഞായിരിക്കും പോകുന്നത്. എന്നാലോ ഒരു കട മൊത്തത്തിൽ വാങ്ങും. അതുപോലെ തന്നെ ഞാനും സമോസും ഫ്രോക്ക് നൈറ്റീസ് നോക്കാനും തുടങ്ങി. അങ്ങനെ ഷോപ്പിംഗ് അവസാനിച്ചു. ഫംഗ്ഷന് വേണ്ടി കൊച്ചുങ്ങൾക്ക് തുണിയെടുക്കാൻ വന്നതാണ്. ഒരു ലോഡ് സാധനം അല്ലാതെ എടുത്തു. ഇനി അടുത്ത ബ്യൂട്ടീഷ്യനാണ് കേട്ടോ. സമോസിന് ഹെയർ കട്ടിങ്ങും കളറിങ്ങും കൂടെ അങ്ങ് ചെയ്തു. ഫായിസിനും ഹെയർ കട്ട് ചെയ്തു കേട്ടോ. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണേ. അപ്പൊ ഹമ്മൂദി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമൂസേ, നമ്മളിന്ന് എവിടെയാണ് പോണ? ആരെ പാലയാച്ചിന്? കറാങ്കുട്ടി രായപ്പാപ്പന്റെ വീട്ടിൽ പോണ്. കൊല്ലം പാരിപ്പള്ളിയിലെ കറാങ്കുട്ടിന്ന് ഓമനപ്പേരുള്ള താണ്ട, അതായത് എവളെ മാമന്റെ വീട് പാലയാച്ചിന് പോവുകയാണേ. അപ്പൊ നമുക്ക് എല്ലാ വിശേഷങ്ങളും അവിടെ ചെന്നിട്ട് കാണാം. അവരെ വീടും ബാക്കിയുള്ള എല്ലാം അവിടെ ചെന്നിട്ട് കാണാമേ. ഓക്കെ. പാലയാച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലാവണമെന്നില്ല. എന്താണെന്നറിയാമോ? നമ്മളെ ഭാഷയിൽ ഇവിടെ നമ്മളെ തിരുവനന്തപുരം സൈഡൊക്കെ പറയുന്നത് വീട് കയറലിന് പാലയാച്ചെന്നാണ് പറയുന്നത് കേട്ടാ. സത്യം പറഞ്ഞാൽ ഹൗസ് വാമിംഗ് ആണേ. അങ്ങനെ ഞങ്ങൾ റെഡിയായി നേരെ പാലയാച്ചി വീട്ടിലെത്തി. ന്യൂ മോഡൽ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. റൂംസ് വന്നിരിക്കുന്നത് ഡബിൾ ഷെയ്ഡിലെ കളറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കായലിനടുത്തായിട്ടാണ് കേട്ടോ വീട്. ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ, ചൂടും കുറവാണ്. നമ്മളെയൊക്കെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചൂടെടുത്ത് ഉരുവും. ഞങ്ങൾ ലേശം ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ മാമിയും മാമനും ഞങ്ങളെ കൂടെ ആയിരുന്നു ഇരുന്ന് ഫുഡ് കഴിച്ചത്. തള്ളു പറയണതല്ല കേട്ടോ, അത്രയ്ക്ക് നല്ല രുചിയായിരുന്നു ആ ചോറും കറിയൊക്കെ കൂട്ടാനായിട്ട്. ഇതാണ് അവരെ വീട്. നേരെ ഒരു വീട് ഇപ്പറങ്ങണ്ട, കായലാണ് കണ്ട. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചു തരാമേ. ആണ്ട രണ്ടെണ്ണോ വെള്ളം എടുത്തോണ്ട് ഇറങ്ങാനായിട്ട് ഇരിക്കുകയാണ്. കുളമല്ലത്, കായലാണ്. നമ്മള് കായലിന്റെ അടുത്ത് നമ്മൾ കുളിക്കാൻ പോവേണേ. അങ്ങനെ ഈ കാണുന്നതാണ് അഷ്ടമുടി കായൽ. ഈ വെള്ളത്തിൽ പോകുന്ന ചേട്ടനെ കണ്ടോ? ഇത്രയും ദൂരത്ത് വരെയൊക്കെ ഒരു നെഞ്ചിന്റെ അവിടം വരെയുള്ള വെള്ളം മാത്രമേ അവിടെ കാണുള്ളൂ എന്നാണ് പറയാറ്. സംഭവം മക്കളെ അടിപൊളി സൈറ്റാണ്. സന്ധ്യയാകുമ്പോ ഇവിടെ വന്നിരുന്ന് ചെറിയ രണ്ട് പെഗ്ഗൊക്കെ അടിച്ച് മീൻ ചൂണ്ടയൊക്കെ ഇട്ട് ഇവിടെ എന്ത് വൈബാണെന്നറിയാം. ഫ്രണ്ടിൽ നിന്ന് മാറി നമ്മൾ ഈ വെള്ളം കൊണ്ട് ഒരു റൈഡ് പോയിട്ട് വരട്ടെ. ഓടുക. ഇതാണ് കേട്ടോ മാമന്റെ മൂത്ത മോള്, കുഞ്ഞാറ്റെന്നാണ് പേര്. വീഡിയോ എടുക്കാനായിട്ട് ഹമ്മൂദിയും സമൂസും കൂടി ഓടിപ്പോയി ചെന്ന് വിളിച്ചോണ്ട് വന്നതാ. അപ്പോഴേക്കും മാമൻ എന്തോ ആവശ്യത്തിന് മൂന്നുപേരെയും കൂടി വിളിച്ചോണ്ട് പോയി. അതങ്ങനെ അവിടെ വെച്ച് സ്റ്റോപ്പായി. ഒരുപാട് വീഡിയോസ് ഒക്കെ എടുക്കണമെന്ന് കരുതി നിന്നതാണ്, പക്ഷെ പറ്റിയില്ല. ഇത്രയും അടുത്തായിട്ട് ഞങ്ങൾ പോവാത്തൊരു സ്പോട്ട് ഉണ്ട് അവിടെ, അങ്ങോട്ടാണ് പോകുന്നത്. എന്നിട്ടും ഞങ്ങൾക്ക് അവിടെ പോവാൻ പറ്റിയില്ല. അതിന്റെ ടിക്കറ്റ് കൗണ്ടർ വരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പാലയാച്ചാണ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ആ ഒരു സ്പോട്ടിൽ പോണം എന്നായിരുന്നു ആഗ്രഹം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം താമസിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റും എല്ലാം ക്ലോസ് ആയി, ഞങ്ങൾക്ക് അവിടെ പോകാനും പറ്റിയിട്ടില്ല. അത് ഏതാ സ്പോട്ടെന്നായിരിക്കില്ലേ ആലോചിക്കുന്നത്. ഈ കാണുന്നതാണ് സാമ്പ്രാണിക്കുടി ഐലൻഡ്. ഈ ഐലൻഡിലോട്ട് പോകാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചു നിന്നത്. ഇത്രയും നാളായിട്ട് എല്ലാവരും പോയിട്ടും എനിക്ക് മാത്രം പോകാൻ പറ്റിയിട്ടില്ല. ടിക്കറ്റ് കൗണ്ടറിനടുത്ത് ഒരു പാർക്കാണ്. ആ പാർക്കിൽ തന്നെ പായസിനും സമൂസിനെയും ഊഞ്ഞാലാടാനും പിന്നെ രണ്ട് മൂന്ന് റൈഡുകളൊക്കെ ഉണ്ട്. ആ റൈഡിലൊക്കെ കയറ്റാനൊക്കെ പറ്റി. അധികം ഒന്നും റൈഡിലൊന്നും കയറിയില്ല, 2 റൈഡിലേ കയറിയുള്ളൂ. സമൂസ് ചെന്ന ഉടനെ അവരെ ഭരിക്കാനായും തുടങ്ങി. സമൂന് റൈഡുകളിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. എന്താ ഓഫാക്കുന്ന? കാക്കിക്ക് പേടിയാവുന്ന കൊക്കും താറാവൊന്നുമില്ല, മതി ഇതിലേ ഉള്ളു. ഇറുക്കി പിടിച്ചോളണേ, ഇറുക്കി പിടിച്ചോളണം. അതിനകത്ത് പിടിച്ചോ. സമയം ഒരുപാടായതുകൊണ്ട് പാർക്കിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ
പാലാച്ചി വീട്ടിൽ തന്നെ തിരിച്ചു പോയി. പിന്നെ മാമന്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞു. മാമന്റെ അടുത്ത് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മാമന്റെ അടുത്തും യാത്രയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.